الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർറാഹിമായ അള്ളാഹുവിനെ മജ്ലിസിനെ ഖബൂലാക്കണേ റഹ്മാനെ. ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങളെല്ലാവരും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്, അതിനെയാണ് നാം വിശദീകരിച്ചു കൊണ്ടുവരുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അന്ന അസ്ല അർവാഹിന റൂഹ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ അവ്വലുൽ ആബാഇ റൂഹൻ വ ആദമു അവ്വലുൽ ആബാഇ ജിസ്മൻ വ നൂഹുൻ അവ്വലുൽ ആബാഇ റസൂലൻ. നമ്മുടെ റൂഹിൻ്റെ അടിസ്ഥാനം, നമ്മുടെ ആത്മാവിൻ്റെ അടിസ്ഥാനം അത് റൂഹ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹാകുന്നു. അതാണ് ഇന്നലെ പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഹദീസാണ്, അന മിനല്ലാഹി വൽ മുഅ്മിനൂന മിന്നി. ഞാൻ അള്ളാഹുവിൽ നിന്നിട്ടാണ്, വൽ മുഅ്മിനൂന മിന്നി, മുഅ്മിനീങ്ങൾ എല്ലാവരും എന്നിൽ നിന്നിട്ടാണ്. ഖദ് ജാഅക്കും മിനല്ലാഹി നൂർ, പരിശുദ്ധമായ ഖുർആനാണ്. ഖദ് ജാഅക്കും മിനല്ലാഹി നൂർ, നിങ്ങൾക്ക് അള്ളാഹു നിന്നിട്ട് നൂറ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നൂറ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന പ്രകാശം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ റൂഹിൻ്റെ അടിസ്ഥാനം അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ റൂഹ് എന്ന വിഷയത്തിൽ ഫഹുവ അവ്വലുൽ ആബാഇ റൂഹൻ, റൂഹ് എന്ന വിഷയത്തിൽ ആദ്യത്തെ പിതാവ്, ആദ്യത്തെ ബാപ്പ അത് സയ്യിദുനാ റസൂലുള്ളാഹി. ആത്മാവിനെ കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ റൂഹാണ് ഞങ്ങൾക്കുള്ള, മുത്തുനബിയാണ് ഞങ്ങൾക്കുള്ള റൂഹിൻ്റെ അടിസ്ഥാനം. അപ്പോൾ റൂഹിൻ്റെ വിഷയത്തിൽ ഒന്നാമത്തെ ബാപ്പ ആരാണ്? അത് ഹബീബുനാ റസൂലുള്ളാഹി. വ ആദമു അവ്വലുൽ ആബാഇ ജിസ്മൻ, നമ്മുടെ തടിയെക്കുറിച്ച് നോക്കുമ്പോൾ, നമ്മുടെ ബോഡിയെക്കുറിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ പിതാവ് അത് ആദം നബി അലൈഹിസ്സലാമാണ്. അതേപോലെ പിന്നെ നൂഹുൻ അവ്വലുൽ ആബാഇ റസൂലൻ, മുർസലിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു തആല നബിമാരെയും അയച്ചിട്ടുണ്ട്, മുർസലിങ്ങളെയും അയച്ചിട്ടുണ്ട്. മുർസലിങ്ങളെ കൂട്ടത്തിൽ ആദ്യത്തെ പിതാവ് അത് നൂഹ് നബി അലൈഹിസ്സലാമാണ്. അതിനേക്കാൾ മുമ്പുള്ളവരെല്ലാവരും നബിമാരാണ്. നബിയും മുർസലായിട്ടും ആദ്യമായിട്ട് അയച്ചത് അത് നൂഹ് നബി അലൈഹിസ്സലാമിനെയാണ്. അപ്പോൾ നമ്മുടെ റൂഹിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം ഹബീബായ മുത്തുനബിൻ്റെ റൂഹാണ്. അതാണ് ഒരു പണ്ഡിതൻ, ഒരു മഹാൻ പറഞ്ഞത്, ലൗ അബ്സറ ശൈത്വാനു തൽഅത നൂരിഹി ഫീ വജ്ഹി ആദമ കാന അവ്വല മൻ സജദ ഔ ലൗ റഅ നംറൂദു നൂറാ ജമാലിഹി അബദൽ ജലീല മഅൽ ഖലീലി വലാ അനദാ ലകിൻ ജമാലുല്ലാഹി ജല്ല ഫലാ യുറാ ഇല്ലാ ബിതഖ്സീസിൻ മിനല്ലാഹി സ്വമദി. എന്താണ് പറഞ്ഞത്? ലൗ അബ്സറ ശൈത്വാനു തൽഅത നൂരിഹി ഫീ വജ്ഹി ആദമ കാന അവ്വല മൻ സജദ. ശൈത്വാനെങ്കിലും അഥവാ ഇബ്ലീസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശത്തിൻ്റെ ഉദിപ്പിനെ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുഖത്തിൽ കണ്ടിരുന്നുവെങ്കിൽ, ആ മഹാന് പറയുന്നത്, ലൗ അബ്സറ ശൈത്വാനു തൽഅത നൂരിഹി ഫീ വജ്ഹി ആദമ, ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുഖത്തിലുള്ള ആ മുത്തു നബിൻ്റെ പ്രകാശത്തെ ശൈത്വാൻ അഥവാ ഇബ്ലീസ് കണ്ടിരുന്നുവെങ്കിൽ, കാന അവ്വല മൻ സജദ, ഒന്നാമത്തെ സുജൂദ് ചെയ്യുന്നത് അത് ഇബ്ലീസ് ആകുമായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുഖത്ത്
ആ ഹബീബിന്റെ പ്രകാശം ഉണ്ടായിരുന്നു. ആ പ്രകാശത്തിന്റെ വെളിച്ചം ഇബ്ലീസ് കണ്ടിരുന്നുവെങ്കിൽ മലക്കുകളെക്കാളും മുമ്പ് സുജൂദ് ഇബ്ലീസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ആ മഹാന് പറയുന്നു, ഔ ലൗ റഅൻ നംറൂദു നൂറ ജമാലിഹി അബദൽ ജലീല മഅൽ ഖലീലി വലാ അനദാ. തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്രൂദിനെ വിളിച്ചപ്പോൾ ആ നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഈ കവി പറയുന്നത്, ആ ഹബീബായ മുത്തുനബിന്റെ ശറഫാക്കപ്പെട്ട പ്രകാശം, ആ ഭംഗി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നു. പക്ഷേ നമ്രൂദ് കാണാനുള്ള കണ്ണുണ്ടായില്ല. ആ നമ്രൂദ് കണ്ടിരുന്നുവെങ്കിൽ അബദൽ ജലീല മഅൽ ഖലീലി വലാ അനദ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ആ നമ്രൂദും റബ്ബാകുന്ന അല്ലാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുമായിരുന്നു. പക്ഷേ ലാകിൻ ജമാലുല്ലാഹി لكن جمال الله جل فلا يرى إلا بتخصيص من الله الصمد. അള്ളാഹുവിൻ്റെ ഭംഗിയാകുന്ന പ്രകാശമാകുന്ന അഥവാ മുത്തുനബിൻ്റെ പ്രകാശം കാണാനുള്ള കണ്ണ് അവർക്ക് അല്ലാഹു തആല കൊടുത്തില്ല. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ നെറ്റിത്തടത്തിൽ അത് കത്തി പ്രകാശിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഇബ്ലീസിലേക്ക് കാണാനുള്ള കണ്ണുണ്ടായില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ശരീരത്തിൽ ആ ഭംഗി, ആ പ്രകാശം ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു തആല നമ്രൂദിലേക്ക് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആ കണ്ണ് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്രൂദും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് തർക്കിക്കാനും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി തുടങ്ങി. പക്ഷേ ആ കണ്ണ് അവർക്കുണ്ടായില്ല. ആ സമയത്തെല്ലാം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രകാശം ഉണ്ടായിരുന്നു. അതല്ലേ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ലൗലാക മാ ഖലഖ്തുൽ ജന്നത വലൗലാക മാ ഖലഖ്തുൻ നാറ. നബിയെ, മുത്തുനബിയെ കുറിച്ച് അല്ലാഹു തആല വിളിച്ചു പറയുന്നത്, ലൗലാക മാ ഖലഖ്തുൽ ജന്നത, നബിയെ തങ്ങളെ മീട്ട് ഞാൻ പടക്കുന്നില്ലെങ്കിൽ, തങ്ങളെ മീട്ട് ഞാൻ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ, മാ ഖലഖ്തുൽ ജന്നത, സ്വർഗത്തെ ഞാൻ പടക്കൂല, വമാ ഖലഖ്തുൻ നാറ, നരകത്തെ ഞാൻ പടക്കൂലായിരുന്നു. എല്ലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ തങ്ങളെ പടച്ചത് കൊണ്ടാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, തങ്ങളെ മീട്ട് ഞാൻ പടക്കുന്നില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിനെയോ ഗോളങ്ങളെയോ നക്ഷത്രങ്ങളെയോ ഒന്നിനെയും ഞാൻ പടക്കൂലായിരുന്നു. ഇതെല്ലാം പടച്ചത് ഹബീബായ മുത്തുനബിയാകുന്ന നിങ്ങളെ പടക്കുന്ന കാരണം കൊണ്ടാണ്. അതാണ് അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ പടച്ചിട്ട് സ്വർഗത്തിലേക്ക് അയച്ച് ആ സ്വർഗത്തിൽ എത്തിയപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിലേക്ക് വല്ലാത്ത ആഗ്രഹം ഹബീബായ മുത്തുനബിയെ കാണണമെന്ന്. അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടാകും, എപ്പോഴാണ് ഹബീബായ മുത്തുനബിനെ കണ്ടത്? എവിടെ വെച്ചിട്ടാണ് ഹബീബായ മുത്തുനബിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയത്? ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി വല്ലാത്ത ഒരു ആഗ്രഹം അള്ളാഹുവിനോട് പ്രകടിപ്പിച്ചു. നിന്റെ പേരിന്റെ കൂടെ എഴുതി വെച്ച ആ ഹബീബായ മുത്തുനബിക്ക് മുത്തുനബിയെ ഒന്ന് കാണണം. അപ്പോൾ അല്ലാഹു വഹി അറിയിച്ചു, യാ ആദം, ഓ ആദമേ, ആ ഹബീബായ മുത്തുനബി നിന്നിലുണ്ട്. ആ ഹബീബായ മുത്തുനബിന്റെ നൂറ് പ്രകാശം നിന്റെ മുതുകിലുണ്ട്, നിന്നിൽ തന്നെ ഉണ്ട്. ആ പ്രകാശത്തെ അത് ഖിയാമത്ത് നാളാകുമ്പോൾ ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവരും, വെളിവാക്കുമെന്ന്
അള്ളാഹു അറിയിച്ചപ്പോൾ ആദം നബി അലൈഹി സ്വലാം പറയുന്നു, അള്ളാഹ് എനിക്ക് സ്വർഗത്തിൽ തന്നെ കാണണോ, എനിക്ക് ആ ഹബീബായ മുത്തുനബിയെ സ്വർഗത്തിൽ തന്നെ കാണണോ, എനിക്ക് സ്വർഗത്തിൽ വെച്ച് തന്നെ കാണണോ. അപ്പോഴാണ് ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ പ്രകാശത്തെ, ഹബീബായ മുത്തുനബിന്റെ നൂറിനെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ചൂണ്ടമ്പറിലേക്ക്, ഇപ്പൊ ഞങ്ങൾ നിന്ന് തോറും അല്ലേ അല്ലെ, ചൂണ്ടാമ്പറിലേക്ക് അള്ളാഹു ഇട്ട് കൊടുത്തു. റസൂലുള്ളാഹിന്റെ പ്രകാശത്തെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ചൂണ്ടാമ്പറിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ബെർൽ തസ്ബീഹ് പറയാൻ തുടങ്ങി. അതാണ് മുസബ്ബഹ ബെർൽ എന്ന് പറയുന്നത്. ഇത് പഠിക്കുന്നത് ഒരു പഠിപ്പാണ്. ഈ ബെർലിക്ക് മുസബ്ബഹ ബെർൽ എന്ന് പറയും, തസ്ബീഹ് പറഞ്ഞ ബെർൽ എന്ന്. അത് അങ്ങനെ പേര് വരാനുള്ള കാരണം ആദം നബി അലൈഹിസ്സലാം ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന്റെ ഈ ബെർലിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ബെർല് തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. അതുകൊണ്ടാണ് മുസബ്ബഹ ബെർല് എന്ന് പേര് പറഞ്ഞത്. മറ്റൊരു അഭിപ്രായം അനുസരിച്ചിട്ട് ആദം നബി അലൈഹിസ്സലാം എനിക്ക് ആ പ്രകാശത്തെ കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ചരിത്രങ്ങൾ പറയുന്നു, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് ഈ തള്ള ബെർൽ, കൊമ്മൻ ബെർൽ അല്ലെ, ഈ രണ്ട് ബെർലിലേക്ക് അള്ളാഹു ഇട്ട് കൊടുത്തു. അപ്പോൾ അത് കണ്ണാടി പോലെ പ്രകാശിക്കാൻ തുടങ്ങി. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് ബെർല് കണ്ണാടി പോലെ പ്രകാശിക്കാൻ തുടങ്ങി. ആ രണ്ട് ബെർലിൽ ഹബീബായ മുത്തുനബിന്റെ സൗന്ദര്യമാണ് ആദം നബി അലൈഹി ഇസ്ലാം കാണുന്നത്. ആ രണ്ട് ബെർലിലേക്ക് ആ പ്രകാശം ഇട്ടുകൊടുത്തപ്പോൾ ഹബീബായ മുത്തുനബിന്റെ സൗന്ദര്യം, അവിടത്തെ ഭംഗി, അവിടത്തെ ജമാല് കാണാൻ തുടങ്ങിയപ്പോൾ ആദം നബി അലൈഹിസ്സലാം ഈ രണ്ട് ബെർലും എടുത്ത് കണ്ണിൽ വെച്ച് ചുംബിക്കാൻ തുടങ്ങി. ആ രണ്ട് ബെർലും എടുത്ത് ഹബീബായ മുത്തുനബിന്റെ സൗന്ദര്യം പ്രകാശമാകുന്ന, വെളിവാകുന്ന ആ രണ്ട് ബെർലും അതാ കണ്ണിലേക്ക് വെച്ച് ചുംബിക്കാൻ തുടങ്ങി. ഈ വിവരം ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ മുത്തുനബിയോട് പറയുകയാണ്, നബിയെ, അവിടത്തെ പ്രകാശത്തെ ബാപ്പയാകുന്ന ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് ഈ തള്ള ബെർലി, രണ്ട് കൊമ്പം ബെർലി ഇട്ട് കൊടുത്തപ്പോൾ ഹബീബിന്റെ സറഫാക്കപ്പെട്ട സൗന്ദര്യം പ്രദർശനമാകാൻ, വെളിവാകാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ബാപ്പയാകുന്ന ആദം നബി അലൈഹിസ്സലാം രണ്ട് കണ്ണുകൾ വെച്ച് ചുംബിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വിവരം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഹബീബായ മുത്തുനബി പറഞ്ഞു, മൻ സമിഅ ഇസ്മി ഫിൽ അദാനി, മൻ സമിഅ ഇസ്മി ഫിൽ അദാനി فقبل ظفري إبهاميه ومسح عينيه لم يعم أبدا. ഇതിൽ ഒരുപാട് ആൾക്ക് സന്തോഷിക്കാം. ഹബീബായ മുത്തുനബി പറഞ്ഞു, ബാങ്കിലി എൻ്റെ പേര് ആരാണോ കേൾക്കുന്നത്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ പേര് കേൾക്കുമ്പോൾ ആരെങ്കിലും ആ രണ്ട് തള്ള ബെർലുടെ നഖത്തെ ഉകുറിനെ ആരെങ്കിലും കണ്ണിൽ വെച്ച് അതാ തടകി കൊടുത്താൽ ലം യഅമ അബദാ, ഒരിക്കലും അവൻ കുരുടനാകൂല, ഒരിക്കലും അവനിക്ക് രോഗം വരൂല. അതാണ് ഒരുപാട് ആളുകൾ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഇങ്ങനെ ചൊല്ലി ഊതി കണ്ണിലേക്ക് മുത്തം കൊടുക്കുന്നത്, തടകി കൊടുക്കുന്നത്. അത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. മൻ സമിഅ ഇസ്മി ഫിൽ അദാനി, ബാങ്കിൽ എൻ്റെ പേരിന് കേട്ടു, ഫഖബ്ബല ളുഫ്റൈ ഇബ്ഹാമൈഹി, അവൻ്റെ രണ്ട് കൊമ്പം ബെർലിന്റെ നഖത്തിന് ഉകുറിനെ അവൻ എന്താക്കി, ചുംബിച്ചു. വമസഹ ഐനൈഹി, രണ്ട് കണ്ണിലേക്ക് അവൻ തടകിയാൽ ലം യഅമ അബദ, ഒരിക്കലും കുരുടനാകൂല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഫിഖ്ഹിന്റെ ക്ലാസ്സിൽ ബാങ്കിന്റെ ബാബിൽ ഈ വിഷയം വരും. എന്നിട്ട് മറ്റൊരു അഭിപ്രായത്തിൽ പറയുന്നു, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
പേര് കേൾക്കുമ്പോൾ മർഹബം ബിഹബീബി വഖുറത്തി ഐനി മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ദിക്റും കൂടി പറഞ്ഞാൽ, ഈ ദുആയും കൂടി നടത്തിയാൽ എന്താണ്? മർഹബം ബിഹബീബി, എൻ്റെ ഹബീബിനിക്ക് സ്വാഗതമാണ്. വഖുറത്തി ഐനി, എൻ്റെ കണ്ണ് കുളിർമയാക്കുന്ന എൻ്റെ ഹബീബിനിക്ക് സ്വാഗതമാണ്. അതായത് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ, ഈ ദിക്റും കൂടി അത് ചെയ്യുമ്പോൾ നടത്തി കൊടുത്താൽ മഹാന്മാർ പറയുന്നു, അവൻ്റെ കണ്ണിനിക്ക് ചെങ്കണ്ണ് രോഗം വരൂല, അവൻ്റെ കണ്ണിനിക്ക് കണ്ണ് കുരുടാകൂല, അവൻ്റെ കണ്ണിന് അല്ലാഹു തആല നല്ല പ്രകാശം കൊടുക്കും. അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശത്തെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ രണ്ട് വിരലിട്ട് കൊടുത്തപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം മുത്തിമണത്തു, കണ്ണിലേക്ക് തടകി കൊടുത്തു. അത് കേട്ടപ്പോൾ ഹബീബായ മുത്തുനബി പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ലം യഅമ അബദാ, അവൻ്റെ കണ്ണ് ഒരിക്കലും കുരുടാകൂല. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ മുതുകിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ പ്രകാശത്തെ ഇട്ട് കൊടുക്കുന്ന വിഷയം. ആദം നബി അലൈഹി ഇസ്ലാമിലേക്ക് റൂഹ് ഊതിയപ്പോൾ അള്ളാഹു തആല എന്ത് ചെയ്തു? ഹബീബായ മുത്തുനബിനെ നൂറിനെ ഊതിക്കൊടുത്തു. അപ്പോൾ മലക്കുകൾ ആ പ്രകാശം കണ്ടു. അവർ എന്ത് ചെയ്തു എന്ന് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അർഹമുർ